ഓക്കെ, അടുത്ത ലേഔട്ട് ആൻഡ് ലേഔട്ട് മാനേജറാണ്. ലേഔട്ട് ആൻഡ് ലേഔട്ട് മാനേജറിനകത്ത് അതിൻ്റെ ലേഔട്ട് മാനേജറാണ് നമ്മുടെ കമ്പോണൻറ്റിന്, അതായത് നമ്മളൊരു കമ്പോണൻറ്റ് ആപ്ലെറ്റിലേക്ക് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ദ കണ്ടെയ്നർ യൂസസ് ലേഔട്ട് മാനേജർ ടു ഡിസൈഡ് വേർ ടു പുട്ട് ദ കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റ് എവിടെ പുട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് ആരാണ്? ലേഔട്ട് മാനേജറാണ്. ലേഔട്ട് മാനേജർ ക്ലാസ്സസ് യൂസ് ഡിഫറെൻറ്റ് റൂൾസ് ടു പ്ലേസ് കമ്പോണൻറ്റ്സ് പ്ലേസ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള റൂളുകളാണ് ഉള്ളത്. അപ്പോൾ 5 ക്ലാസ്സസ് ആണ് ജാവ പാക്കേജിനകത്ത്. java.aw2 ലേഔട്ട് മാനേജറിനാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇൻ്റർഫേസാണ് 5 ക്ലാസ്സുകളാണ് ജാവ പാക്കേജിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് ഫ്ലോ ലേഔട്ട്, പിന്നെ ബോർഡർ ലേഔട്ട്, കാർഡ് ലേഔട്ട്, ഗ്രിഡ് ലേഔട്ട്, ഗ്രിഡ് പാക്ക് ലേഔട്ട്, അതുകൂടാതെ തന്നെ ജാവ എക്സ് ഡോട്ട് സ്വിംഗ് ഡോട്ട് ബോക്സ് ലേഔട്ട്, ഇത്രയും ലേഔട്ടാണുള്ളത്. അപ്പോൾ ഫ്ലോ ലേഔട്ട് ആദ്യം പറയും. ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അൻറ്റിൽ ദർ ഇസ് നോ മോർ സ്പേസ് ലെഫ്റ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്, അവിടെ വേറെ സ്പേസുകളോ ഒന്നും കാണത്തില്ല. ഡീഫോൾട്ട് ആയിട്ടുള്ള ലേഔട്ട് മാനേജറാണ് ഫ്ലോ ലേഔട്ട് മാനേജർ എന്ന് പറയുന്നത്. ലേഔട്ട് മാനേജറിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെയുണ്ട്. ഫ്ലോ ലേഔട്ടിന് ഒരു കൺസ്ട്രക്ടർ കാണിച്ചിട്ടുണ്ട് ആദ്യം. അപ്പോൾ കൺസ്ട്രക്ടറിനകത്ത് പറയുന്നത് കണ്ടോ, പബ്ലിക് ഫ്ലോ ലേഔട്ട്, ഇതൊരു കൺസ്ട്രക്ടറാണ് കണ്ടോ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഫ്ലോ ലേഔട്ട് F1 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് F1-നകത്ത് ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനകത്ത് ഇങ്ങനെയാണ് കണ്ടോ, ആസ് യൂഷ്വലായിട്ട് ഷോർട്ടഡ് ആയിട്ട് നമുക്ക് പറയാം ഫ്ലോ ലേഔട്ട് F1 ഈസ് ഈക്വൽ ടു ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം കണ്ടോ. ഇനി അടുത്തത് ഇതിനകത്ത് എങ്ങനെയാണ് സെറ്റ് ലേഔട്ട്, ദിസ് ഡോട്ട് സെറ്റ് ലേഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് ലേഔട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇമ്പോർട്ട് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തു. ഇമ്പോർട്ട് ജാവ ഡോട്ട് AW2 ഡോട്ട് സ്റ്റാർ കൊടുത്തു. പബ്ലിക് ക്ലാസ് ഫ്ലോ ടെസ്റ്റ് എക്സ്റ്റെൻഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കണ്ടോ. ഫ്ലോ ടെസ്റ്റ് എക്സ്റ്റെൻഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് ബ്രേസസ് ഓപ്പൺ ആക്കി. പബ്ലിക് വോയിഡ് ഇന്നിറ്റ് കണ്ടോ, വോയിഡ് ഇന്നിറ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് ബ്രേസസ് ഓപ്പൺ ആക്കി. ദിസ് ഡോട്ട് സെറ്റ് ലേഔട്ട് ന്യൂ ഫ്ലോ ലേഔട്ട് കൊടുത്തു. അതുപോലെ തന്നെ ദിസ് ഡോട്ട് സെറ്റ് ഫ്ലോ ലേഔട്ട് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുത്തു, ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ദിസ് ഡോട്ട് ആഡ് ന്യൂ ബട്ടൺ ബ്രാക്കറ്റിനകത്ത് ആഡ് കൊടുത്തു. ദിസ് ഡോട്ട് ആഡ് ന്യൂ ബട്ടൺ മോഡിഫൈ കണ്ടോ, 3 ബട്ടൺസ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലേഔട്ട് കണ്ടോ, ഫ്ലോ ലേഔട്ടിൽ ഇങ്ങനെ നിരത്തി പിടിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം എന്തിനകത്താണ് വരുന്നത്, ഫ്ലോ ലേഔട്ടിനകത്താണ്. ദിസ് സെറ്റ് ഫ്ലോ ലേഔട്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേ കാര്യം തന്നെ നമുക്ക് എന്തിൽ കൊടുക്കാം, ബോർഡർ ലേഔട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇതെല്ലാം ബോർഡറിൽ വരും കണ്ടോ. ബോർഡർ ലേഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട് ആപ്ലെറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് സെൻറ്റർ എന്നുള്ള സെക്ഷനിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത് കണ്ടോ. മറ്റേതുപോലെ തന്നെ സെറ്റ് ലേഔട്ട് വെച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ദിസ് ഡോട്ട് ആഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക. അപ്പോൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് ആപ്ലെറ്റ് ഡോട്ട് സ്റ്റാർ AW2 ഡോട്ട് സ്റ്റാർ പബ്ലിക് ക്ലാസ് ബോർഡർ ലേഔട്ട് എക്സ്റ്റെൻഡ് ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സെറ്റ് ലേഔട്ട് ബോർഡർ ലേഔട്ട് 2,3 എന്ന് പറഞ്ഞ് ബോർഡർ ലേഔട്ട് ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്തു. അപ്പോൾ 2 എണ്ണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. 2, 3 എന്നുള്ള രീതിയിൽ ബോർഡർ ലേഔട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2, 3 എന്തിനാണ്, ഗ്യാപ്പ് കാണിക്കാനായിട്ടാണ് പറയുന്നത് കേട്ടോ. പിക്സലിൻ്റെ വെർട്ടിക്കൽ ഗ്യാപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആഡ് സൗത്തിലാണെങ്കിൽ ഏത് ബട്ടണാണ്, നോർത്തിൽ ഏത് ബട്ടൺ, ഈസ്റ്റിന് ഏത് ബട്ടൺ, വെസ്റ്റിൽ ഏത് ബട്ടൺ എന്ന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ളത് ഡബിൾ കോട്ട്സിലാണ് കൊടുക്കുന്നത് കേട്ടോ, പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ ബോർഡറിൽ സെറ്റ് ചെയ്യും, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളതാണ് കാർഡ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഡെക്ക് ഓഫ് കാർഡിൻ്റെ രൂപത്തിൽ, അതായത് അപ്പിയർ ചെയ്യുന്ന ഒരു പ്രാവശ്യം ഒരെണ്ണേ ഉള്ളൂ സ്ക്രീനിൽ അപ്പിയർ ചെയ്യത്തുള്ളൂ, അങ്ങനെ കാണിക്കുന്നതാണ് കാർഡ് കണ്ടോ. അങ്ങനെയുള്ളതിനാണ് കാർഡ് ലേഔട്ട് എന്നാണ്. പിന്നെയുള്ള ഗ്രിഡ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഓരോ കോളം വൈസ് അറേഞ്ച് ചെയ്തു. പിന്നെയുള്ളത് ഗ്രിഡ് ബാഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള, അതായത് ഗ്രിഡ് ലേഔട്ടിനോട് സിമിലർ ആണ്. പക്ഷേ കമ്പോണൻറ്റ് ഡു നോട്ട് ബി സെയിം സൈസ്, ഒരേ സൈസിലായിരിക്കണം എന്നില്ല, പലതായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രിഡ് പാക്ക് ലേഔട്ട് GB1 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ന്യൂ ഗ്രിഡ് പാക്ക് ലേഔട്ട് എന്ന് പറഞ്ഞു ക്രിയേറ്റ് ചെയ്യണം കണ്ടോ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഗ്രിഡ് പാക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ട്രിവിയൽ കൺസ്ട്രെയിൻസ് ആണ് GBC എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്. പിന്നെ ഗ്രിഡ് എക്സ് ഗ്രിഡ് വൈ എന്ന് പറഞ്ഞിട്ട് 2 ഫീൽഡുകളുണ്ട്, അതായത് എക്സും വൈയും കോർഡിനേറ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഗ്രിഡ് വിത്തും ഹൈറ്റും നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫില്ലുണ്ട്, ഗ്രിഡ് പാക്കിന് തന്നെ ഉള്ളതായി ഫില്ല്. ഇത് വായിച്ചു നോക്കിക്കോണം കേട്ടോ, ഫില്ല് ഇതൊക്കെ കേട്ടോ. iPad X iPad Y അങ്ങനെ 2 iPad. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാഡിങ്, അതായത് എഡ്ജുകളുടെ പാഡിങ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ, എക്സും വൈയും ആക്സിസിൽ. പിന്നെ ഇൻസെറ്റ്, അതുപോലെ തന്നെ ആങ്കർ. ഇൻസെറ്റ് എന്ന് പറയുന്നത്
AWT ഇൻസെറ്റ് ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണത്. അതുപോലെ ഒബ്ജക്റ്റ് ആണത്. ഇന്ന് സ്പെസിഫൈ ചെയ്യുന്ന പാഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ, എഡ്ജിന് വേണ്ടിയിട്ട്. പിന്നെ ആങ്കർ എന്ന് പറയുന്നത് ഇപ്പം ഡിസ്പ്ലേ ഏരിയയെക്കാട്ടിലും വളരെ ചെറിയ കമ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആങ്കർ ഫീൽഡ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഗ്രിഡ് സെല്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്റർ, നോർത്ത്, ഈസ്റ്റ് അങ്ങനെ ഓരോ കൺസ്ട്രെയിൻസും ഗ്രിഡ് ബാങ്കിൻ്റെ കൺസ്ട്രെയിൻസ് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. വെയിറ്റ് എക്സ്, വെയിറ്റ് വൈ, അതായത് എത്രത്തോളം ആ സെല്ലിൻ്റെ സൈസ്, കണ്ടെയ്നറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് വെയിറ്റ് എക്സും വൈയും വെയിറ്റ് വൈയും വെച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയുള്ളത് ബട്ടനും ഗ്രിഡ് പാക്ക് ലേഔട്ടും വെച്ചുകൊണ്ടുള്ള ഗ്രിഡ് എക്സ് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ആഡ് ചെയ്യുക, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, സെറ്റ് കൺസ്ട്രെയിൻസ് വെച്ചുകൊണ്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക, ബട്ടൺ ഓരോന്നും കൊടുക്കുക. കണ്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് കാണിച്ചു തരും കണ്ടോ. ആഡ് ചെയ്ത് കൊടുക്കുക, ബട്ടൺ B1 B2 ബട്ടൺ അല്ലേ, അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക ബട്ടൺ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മെയിൻ സ്ട്രിങ്ങിനകത്ത് ഇവിടെ ഗ്രിഡ് പാക്കിൻ്റെ ലേഔട്ടും ഔട്ട് ടെസ്റ്റും ലേഔട്ട് ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഒബ്ജക്റ്റ്, ആ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്ത് അതിനെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വേണേൽ പറഞ്ഞു തരാം. ഇപ്പോൾ java.awt.star പബ്ലിക് ക്ലാസ് ഗ്രിഡ് പാക്ക് ലേഔട്ട് എക്സ്റ്റെൻസ് ഫ്രെയിം എന്ന് പറഞ്ഞു കൊടുത്തു. പ്ലേസസ് ഓപ്പൺ ആക്കി, ബട്ടൺ എന്ത് കൊടുത്തു, B1 B2 B3 B4 B5 വരെ ബട്ടൺ കൊടുത്തു. ഗ്രിഡ് പാക്ക് ലേഔട്ടിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഗ്രിഡ് പാക്ക് കൺസ്ട്രക്ടറിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് രണ്ട് ക്ലാസ്സുകളാണ്, ഗ്രിഡ് പാക്ക് കൺസ്ട്രെയിനും ഗ്രിഡ് പാക്ക് ലേഔട്ടും രണ്ട് ക്ലാസ് AWTനുള്ള ക്ലാസ്സുകളാണ് കേട്ടോ, ഇത് രണ്ടെണ്ണം. അപ്പോൾ ഇതിനകത്ത് ഫ്രെയിമിനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കേട്ടോ. ആപ്ലെറ്റിനെ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഏതാ ചെയ്തിരിക്കുന്നത്, ഫ്രെയിമാണ് ചെയ്യുന്നത് കേട്ടോ. ആപ്ലെറ്റും വേണം ഇതിനോടൊപ്പം, കാരണം ആപ്ലെറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, ആപ്ലെറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം, കാരണം ആപ്ലെറ്റ് വ്യൂവറിനകത്തല്ലേ നമ്മൾ റൺ ചെയ്യുന്നത്. അതുകൂടാതെ സെറ്റ് ലേഔട്ട് GB1 എന്ന് പറഞ്ഞു കൊടുത്തു. ഗ്രിഡ് എക്സ്, ഗ്രിഡ് വൈ, സെറ്റ് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. G1 ഡോട്ട് സെറ്റ് കൺസ്ട്രെയിൻ ന്യൂ ബട്ടൺ 00 എന്നുള്ള ബട്ടൺ, ആ ബട്ടണായി കാണിച്ചിരിക്കുന്നത് കേട്ടോ, ന്യൂ ബട്ടൺ 00. അങ്ങനെ ഓരോ ബട്ടണും ഇവിടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ബട്ടൺസ് ഓരോന്നുമാണ് ഇവിടെ ഓരോ ഓർഡറിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം അത് സെറ്റും ചെയ്ത് അതിൻ്റെ വിസിബിലിറ്റി ട്രൂ ആക്കി വെച്ചു. സൈസും പറഞ്ഞു കൊടുത്തതിന് ശേഷം പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീനിനകത്താണ് ഗ്രിഡ് പാക്ക് ലേഔട്ട് ടെസ്റ്റ്, അതായത് ഈ ക്ലാസ്സിന് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്ലാസ്സിന് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത കണ്ടെയ്നർ. എന്താ കണ്ടെയ്നർ എന്ന് പറയുന്നത്, അതായത് ഒരു AWT കണ്ടെയ്നർ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ഒബ്ജക്റ്റാണ് ശരിക്കും കണ്ടെയ്നർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ AWT പാനൽ ഉണ്ടാവും, AWT റോൾ പ്ലെയിൻ ഉണ്ടായിരിക്കും, അങ്ങനെ പല ഉണ്ട്. 3 സ്റ്റെപ്പാണ് എല്ലാ GUI ആപ്ലിക്കേഷനും വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രിയേഷൻ ഓഫ് എ കണ്ടെയ്നർ, പിന്നെ ലേഔട്ട് ഓഫ് GUI കമ്പോണൻറ്റ്, ഹാൻഡ്ലിംഗ് ഓഫ് ഇവൻറ്റ്സ്, അങ്ങനെ 3 രീതിയിലാണ് പറയാം, 3 സ്റ്റെപ്സാണ് പറയുന്നത് കേട്ടോ. പാനൽ P ഈസ് ഈക്വൽ ടു ന്യൂ java.awt.panel. പാനൽ P എന്ന് പറയുന്നത് കൺട്രോൾ പറയാം. ബട്ടൺ B ഈസ് ഈക്വൽ ടു ന്യൂ java.awt.button. ഓക്കെ കണ്ടോ, 3 രീതി പറയാം. P ഡോട്ട് ആഡ് ബ്രാക്കറ്റിനകത്ത് B എന്ന് പറഞ്ഞു കൊടുത്തു കണ്ടോ. ഈ 3 രീതിയിലാണ് പറയുന്നത്. JPanel is a container which means that it can contain other components. JPanel എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ്, അതായത് അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, മറ്റുള്ള കമ്പോണൻസ് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ പാനലിനെ പറ്റിയും കൺട്രോളിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. അപ്പോൾ പാനൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാനൽ എന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ആ കമ്പോണൻറ്റിനെ കണ്ടെയ്നറിനെയൊക്കെ ആഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പാനൽ യൂസ് ചെയ്യുന്നത് കണ്ടോ. ആക്ച്വലി ആഡ് കമ്പോണൻറ്റ് ടു ദ കണ്ടെയ്നർ യു ക്യാൻ യൂസ് കണ്ടെയ്നർ ആഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് JPanel എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇതെല്ലാം ഒരു കണ്ടെയ്നറാണ്, ഈ പറയുന്നത് കണ്ടെയ്നർ സെറ്റ് ലേഔട്ട് മെത്തേഡ് ഇതൊക്കെ ഒരു കണ്ടെയ്നറാണ്, ആഡ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കണ്ടെയ്നർ. അപ്പോൾ പാനൽ P എന്ന് പറയുന്നത് AWT.panel എന്ന് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ബട്ടൺ B ഓക്കെ എന്ന് പറഞ്ഞ് ബട്ടൺ B കൊടുക്കാം. P ഡോട്ട് ബട്ടൺ B ആഡ്, പാനലിനകത്ത് ബട്ടനെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് JPanel സ്വിങ്ങാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ JPanel എന്ന് പറഞ്ഞ കണ്ടെയ്നർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഒരെണ്ണം 3 എല്ലാം കൂടെ കാണിച്ച്, അതായത് റെക്റ്റാങ്കിൾ വരയ്ക്കാനും ലൈൻ വരയ്ക്കാനും എല്ലാം ആപ്ലെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആപ്ലെറ്റ് എങ്ങനെയാണ് ചെറുതായിട്ട് റൺ ചെയ്യുന്നതിനോട് കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നു. അതപ്പോൾ അതുകൂടെ നോക്കാം.